പാലയുടെ വിജയം തന്നെയാണ്. ഒരു കൂട്ടം കൗൺസിലേഴ്സ്, വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം കൗൺസിലേഴ്സ് ഒരുമിച്ച് ചേർത്തെടുത്ത ഒരു ഡിസിഷൻ, അത്രയേ ഉള്ളൂ. പാലയെ എങ്ങനെയായിരിക്കും ഇനി നയിക്കുക? പ്രത്യേകിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. പാലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പാർട്ടിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മേജർ മെജോറിറ്റി ഇല്ലാത്ത പക്ഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം. പാലയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ, ഈ ഒരു കണ്ടീഷനിൽ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാവരും സഹകരിച്ച് തന്നെ പാലയെ അതിൻ്റെ ഒരു പഴയ പ്രൗഢിയിലോട്ട് തന്നെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. അല്ല, മാറി നിന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും മാനസികമായിട്ട് നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ച് അവർക്കല്ലേ അറിയുള്ളൂ. അല്ല, അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ലല്ലോ. ടേമിൻ്റെ കാര്യമൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പം തൽക്കാലം ഞാൻ എലക്റ്റഡ് ആയി എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും ആയിട്ടില്ല. അല്ല, അർഹത എന്ന് പറഞ്ഞാൽ അന്ന് 13 ആയപ്പം ഞാനായിരുന്നു ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ. അതുകൊണ്ട് അങ്ങനെ ഒരു അർഹത ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. തുടർന്ന് ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാവരെയും ഒത്തൊരുമയോട് കൂടി തന്നെ പോകണം എന്നാണ് ആഗ്രഹം. അപ്പം സത്യത്തിനും നീതിക്കും ഇവിടെ വിജയമുണ്ടായി. ആ വിജയമാണ് ഇവിടെ കാണുന്നത്. അത് മാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. മായ ഒന്ന് സ്വീകരിച്ച്